വെൽക്കം ടു മെട്രിക്സ് അക്കാഡമി ഫോർ സിവിൽ എഞ്ചിനീയറിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ സ്കെയിൽ ഫാക്ടർ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇതിൽ ഒരു ഒബ്ജക്റ്റ് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിന്റെ ഡയമെൻഷനും മാറും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ 3 ഒബ്ജക്റ്റ് ഞാൻ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ആ 3 ഒബ്ജക്റ്റും ഒരേ ഡയമെൻഷൻസിലുള്ള ഒബ്ജക്റ്റ് ആണ് ഇവിടെ വരഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് സ്കെയിൽ ചെയ്യാണ് ഡബിൾ ആക്കിയിട്ട്. ഇപ്പോൾ സ്കെയിൽ എന്ന കമന്റ് ഉപയോഗിക്കുന്നു. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം സ്കെയിൽ ഫാക്ടർ ഞാൻ 2 കൊടുക്കുന്നു, എൻ്റർ. അപ്പോൾ ഒബ്ജക്റ്റ് വലുതായി, ഡബിളായി. അതോടൊപ്പം തന്നെ അതിൻ്റെ ഡയമെൻഷൻസിനും മാറ്റം വന്നു. ഇനി ഞാൻ ഈ ഒബ്ജക്റ്റിനെ ഞാൻ ചുരുക്കുകയാണ്, ചെറുതാക്കുകയാണ്. സ്കെയിൽ എന്ന കമന്റ് ഉപയോഗിക്കുന്നു, എൻ്റർ. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, എൻ്റർ. ബേസ് പോയിന്റ് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം സ്കെയിൽ ഫാക്ടർ 0.5 കൊടുക്കുന്നു, എൻ്റർ. അപ്പോൾ ഒബ്ജക്റ്റ് ചുരുങ്ങി, അതുപോലെ തന്നെ അതിൻ്റെ ഡയമെൻഷൻസിലും മാറ്റം വന്നു. ഇപ്പോൾ ഇവിടെ എനിക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ, ഒബ്ജക്റ്റ് സ്കെയിൽ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഡയമെൻഷന് ഒരു മാറ്റവും സംഭവിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ഒബ്ജക്റ്റ് സ്കെയിൽ ചെയ്യുന്നതിനനുസരിച്ച് ഡയമെൻഷൻ സ്റ്റൈൽ മാറ്റം വരാതെ നിർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്കെയിൽ ഫാക്ടർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, ഈ ആക്ച്വൽ ഡയമെൻഷൻ തന്നെ, ഈ ഒബ്ജക്റ്റിന് കൊടുത്തിരിക്കുന്ന ഈ ആക്ച്വൽ ഡയമെൻഷൻ തന്നെ ഈ ബാക്കിയുള്ള 2 ഒബ്ജക്റ്റിനും വേണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പുതിയ 2 ഡയമെൻഷൻ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെയുള്ള ഡയമെൻഷൻസ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം പുതിയ 2 ഡയമെൻഷൻസ് ക്രിയേറ്റ് ചെയ്യാണ്, ഡയമെൻഷൻ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാണ്. അതിനുവേണ്ടി ഡി അടിക്കുന്നു, എൻ്റർ. ഡയമെൻഷൻ സ്റ്റൈൽ മാനേജർ വരും, അവിടെ ഞാൻ ന്യൂ ക്രിയേറ്റ് ചെയ്യുന്നു, ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ പേര് കൊടുക്കുന്നു, സ്കെയിൽ 2. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 2 സ്കെയിൽ ഫാക്ടേഴ്സ് ആണ്. ഒന്ന് 2ഉം ഒന്ന് 0.5. 2 ഉപയോഗിച്ചിരിക്കുന്നത് ഡബിൾ ആക്കാൻ വേണ്ടിയിട്ടും 0.5 ഉപയോഗിച്ചിരിക്കുന്നത് ചെറുതാക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ 2 ഉപയോഗിച്ചിരിക്കുന്ന ഒബ്ജക്റ്റിന് കൊടുക്കേണ്ട ഡയമെൻഷൻ സ്റ്റൈൽ ഞാൻ സ്കെയിൽ 2 എന്ന പേര് കൊടുക്കുന്നു. അതിനുശേഷം കണ്ടിന്യൂ. ഇവിടെ പ്രൈമറി യൂണിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. ഡയമെൻഷൻ സ്റ്റൈൽ ഇതിൽ പ്രൈമറി യൂണിറ്റ്സ്, ഈ പ്രൈമറി യൂണിറ്റ്സിൽ ഇവിടെ സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി. സ്കെയിൽ ഫാക്ടർ എപ്പോഴും 1 ആണ് ഉണ്ടാവുക, അതായത് ആക്ച്വൽ ഡയമെൻഷൻ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് 1 ആണ് ഉണ്ടാവുക. ഇനി നമുക്ക് മറ്റുള്ള 2 ഒബ്ജക്റ്റിന് വേണ്ടിയുള്ള സ്കെയിൽ ഫാക്ടർ കാണണം. അതായത് ഡബിൾ ആക്കിയിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെയും അതുപോലെ തന്നെ ചെറുതാക്കിയിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെയും സ്കെയിൽ ഫാക്ടർ കാണണം. അപ്പോൾ നമ്മൾ സ്കെയിൽ ഫാക്ടർ എങ്ങനെയാണ് കാണുകയെന്ന് വെച്ചാൽ, സ്കെയിൽ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ ആണ് 1 ഡിവൈഡഡ് ബൈ സ്കെയിൽ ഫാക്ടർ യൂസ്ഡ് ഇൻ ഒബ്ജക്റ്റ്. അതായത് നമ്മൾ ഒബ്ജക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്കെയിൽ ഫാക്ടർ. അതായത് സ്കെയിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ. ഇപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ, സ്കെയിൽ ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ ഡബിൾ ആക്കാൻ വേണ്ടി 2ഉം ചുരുക്കാൻ വേണ്ടിയിട്ട് 0.5 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ സ്കെയിൽ ഫാക്ടർ. ഈ സ്റ്റൈൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡബിൾ ആക്കിയിരിക്കുന്ന ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 2. 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 0.5 ആണ്. ഞാനിവിടെ 0.5 കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ, സെറ്റ് കറണ്ട് ക്ലോസ് കൊടുക്കുന്നു. ആ ഡയമെൻഷൻ ഞാൻ ഈ ഒബ്ജക്റ്റിന് അപ്ലൈ ചെയ്യുന്നു. ഡയമെൻഷൻ കൊടുക്കാൻ വേണ്ടി DLI അടിക്കുന്നു, എൻ്റർ. അതിനുശേഷം ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, ഡയമെൻഷൻ കൊടുക്കുന്നു. വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു, ഡയമെൻഷൻ. ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, ഈ പോയിന്റ്. അപ്പോൾ കണ്ടോ, ഈ ഒറിജിനൽ ഡയമെൻഷൻസ് തന്നെ ഈ സ്കെയിൽ ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിന് കിട്ടിയിരിക്കുന്നു. ഇനി അടുത്തത് ഈ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് അടുത്ത ഡയമെൻഷൻ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഡയമെൻഷൻ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി അടിക്കുന്നു, എൻ്റർ. ന്യൂ കൊടുക്കുന്നു, സ്കെയിൽ 0.5, കണ്ടിന്യൂ. പ്രൈമറി യൂണിറ്റ്സിൽ ഇവിടെ സ്കെയിൽ ഫാക്ടർ മാറ്റം വരുന്നു. സ്കെയിൽ ഫാക്ടർ കാണാൻ ഞാൻ പറഞ്ഞു 1 ഡിവൈഡഡ് ബൈ സ്കെയിൽ ഫാക്ടർ യൂസ്ഡ് ഇൻ ഒബ്ജക്റ്റ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒബ്ജക്റ്റിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 0.5 എന്ന് പറയുന്നത് 2 കൊടുക്കുന്നു. ഓക്കെ, സെറ്റ് കറണ്ട് ക്ലോസ്. അതിനുശേഷം ഞാൻ ആ ഡയമെൻഷൻ ഈ ഒബ്ജക്റ്റിന് കൊടുക്കുന്നു, DLI, എൻ്റർ. ഈ ഒബ്ജക്റ്റിന് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന ഡയമെൻഷൻ. ഇപ്പം ഈ സെയിം ഡയമെൻഷൻ തന്നെ, ആക്ച്വൽ ഡയമെൻഷൻ തന്നെ സ്കെയിൽ ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിനും കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സ്കെയിൽ ചുരുക്കിയിരിക്കുന്ന ഒബ്ജക്റ്റിനും കിട്ടിയിരിക്കുന്നു. അപ്പം ഇതിനാണ് സ്കെയിൽ ഫാക്ടർ എന്ന ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുക.
ഇപ്പോൾ സ്കെയിൽ ഫാക്ടർ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ട്യൂട്ടോറിയൽസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.